വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹോം ടൂർ ആണ്. ഹോം ടൂറിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ യൂട്യൂബിൽ എങ്ങനെയാണ് ഫസ്റ്റ് തൊട്ടേ വീഡിയോ ഇട്ട് തുടങ്ങിയത്, പിന്നെ എനിക്ക് എന്തൊക്കെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു, അത് കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനെ ഒരുപാട് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട്. താങ്ക് യു. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ. കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവരുണ്ട് കമൻസിലൂടെ, കുറേ തെറ്റുകൾ തിരുത്തുന്നവരുണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങളെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ഒരു ജേണിയിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ പറയാം, അവോയ്ഡ് ചെയ്യും. അത് എത്ര വലിയ ഫ്രണ്ട്സ് ആയാലും എത്ര നിങ്ങളെ ഹെൽപ്പ് ചെയ്തവരായാലും നിങ്ങൾ ആ ഒരു ജേണിയിൽ നിങ്ങളെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരോടുള്ള നന്ദി നിങ്ങളെ മനസ്സിൽ വെച്ചിരിക്കുക. നിങ്ങൾ അവരോടൊന്ന് മാറി നിൽക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളെ ആ ഒരു ഫോക്കസ് ചെയ്യുന്ന സാധനത്തിലോട്ട് ഫോക്കസ് ചെയ്യുക, ആ ഗോൾ അച്ചീവ് ചെയ്യുക. ഐ ഹാവ് എ ബിഗ് ഡ്രീം. ഐ എം എ ഡ്രീമർ. 100% ഐ എം എ ഡ്രീമർ. ഞാൻ അതിലോട്ട് എത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ അവിടെ എത്തിപ്പെടും. ഓക്കെ ഗൈസ്, നമുക്ക് അലമ്പ് സംസാരമൊക്കെ നിർത്താം. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് പോവാം. എന്താണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, ഇത് ഞാൻ ആദ്യം വ്ളോഗ് ചെയ്തപ്പോൾ സമയമുള്ള എൻ്റെ ട്രൈപോഡാണ്. ഇത് കുക്കിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് എനിക്ക് വൈഫിനൊരു ചാനലുണ്ട്, അപ്പോൾ മേടിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും വാങ്ങിയൊരു ട്രൈപോഡ്. യെസ്, ദിസ് ഈസ് വെരി നൈസ് ട്രൈപോഡ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ട്രൈപോഡ്. ഓക്കെ, പിന്നെ ഒരു ലൈറ്റ് വാങ്ങി. ഇതാ ലൈറ്റ്. ഇത്രയാണ് എൻ്റെ മെയിൻ എക്യുപ്മെൻറ്റ്സ്. ഇതെൻ്റെ ടേബിളാണ്. വിഷൻ ബോർഡ് എനിക്കുണ്ട്. വിഷൻ ബോർഡ് കാണിക്കുന്നില്ല. പിന്നെ ആ ബോർഡ് കണ്ടില്ലേ, ആ ബോർഡിൽ അത് ഞാൻ കാണിക്കാം. ഓക്കെ, അതെ, ഞാൻ ഇവിടെ ഈ സ്റ്റാൻഡിൽ വയ്ക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ ഗൈസ്, എൻ്റെ പിന്നെ വേറെ ഇതും കൂടെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബോയുടെ മൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ മൈക്ക് പിന്നെ വാങ്ങിയത് ഒരു 2300. വലിയ എക്സ്പെൻസ് ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. ഇതൊക്കെ അപ്പുറപ്പായിട്ട് മേടിച്ചതാണ്. യൂട്യൂബ് ചാനൽ ഇതാകുമ്പോൾ ഒരു ബോയുടെ മൈക്ക് എൻ്റെ ബ്രദറിന് കൊടുത്തായിരുന്നു. ബ്രദറിൻ്റെ ചാനൽ ക്ലിക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. നിങ്ങളൊരു PSC കോച്ചിങ്, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലിയൊക്കെ നോക്കുന്ന ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ, PSC കോച്ചിങ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നല്ലൊരു ചാനലാണ്. ഇപ്പോൾ ഏകദേശം സബ്സ്ക്രൈബർ 4900 സംതിങ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എനിക്കൊരു ഇന്നൊരു 5000 സബ്സ്ക്രൈബർ ആവുമെന്ന് തോന്നുന്നു. മോണിറ്റൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ ഉറപ്പായിട്ടും വിജയിക്കും. ആ ചാനലിൻ്റെ ഹാർഡ് വർക്കാണ്. 6 months ആയുള്ളൂ തുടങ്ങിയിട്ട്, പക്ഷെ നല്ല റീച്ച് ഉണ്ട് ആ ചാനലിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ആ ചാനൽ. മാക്സിമം പോയി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പുള്ളി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. എൻ്റെ ചേട്ടനായിട്ട് പറയാനല്ല, സീരിയസ്ലി ഹീസ് എ ഡെഡിക്കേറ്റഡ് മാൻ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഇതാണ് എൻ്റെ ടേബിള്. ഇവിടെ നിന്നാണ് എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. എൻ്റെ റീഡിങ് എല്ലാം നടക്കുന്നത് ഇവിടെ നിന്നാണ്. എനിക്കിഷ്ടപ്പെട്ട ബുക്സാണ്. സ്റ്റീവ് ജോബ്. ഫേവറേറ്റ് ഫോട്ടോ സിനിമാറ്റിക് മോഡാണ് ഇട്ടിട്ടുള്ളത്. ചിലപ്പോൾ അത് ഇങ്ങോട്ടൊക്കെ ആവണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. മൈ ഫേവറേറ്റ് ഫോട്ടോ, മൈ വൈഫ്, മീ. വൈഫിനെ സമ്മതിക്കണം കേട്ടോ. ഞാൻ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കാം. ഞാൻ അത്രയ്ക്ക് ബിഗ് ആയിരുന്ന സമയത്ത് അവിടെ ഇത്രേ ഉള്ളൂ. സോ ഇമോഷൻ. സോ അപ്പോഴെന്നെ സപ്പോർട്ട് ചെയ്തു. തടിയായിരുന്ന സമയത്ത് എന്തോ തടി കുറയ്ക്കണം, നീ ഭയങ്കര തടിയാണ്, ഒരു ബോഡി ഷേമിങ് ഒന്നും ചെയ്തിട്ടില്ല അവൾക്ക് ഇപ്പൊ പോലും. അപ്പം ഞാനായിട്ട് ഡിസിഷൻ എടുത്ത് ചെയ്തതാണ് എൻ്റെ ഈ വെയിറ്റ് കുറയുന്ന കാര്യം. സോറി, കുറച്ച് ഇമോഷനായിട്ട് ഒരു 5-10 minutes. പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, ഓവർ തടിയൊന്നും വെക്കാതിരിക്കുക. ഭയങ്കര പാടാണ് കുറയ്ക്കാൻ. ഈ വീഡിയോസിലൊക്കെ പറയാൻ പോലെ 3 months 6 months ദാറ്റ്സ് നോട്ട് പോസിബിൾ ആണ്. നമുക്ക് അതിനനുസരിച്ചുള്ള വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അഥവാ നിങ്ങൾ പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസ് ആണെങ്കിൽ ഒരു 6 months കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ അതേപോലെ വെയിറ്റ് ചെയ്യും. സോ നിങ്ങളെ ഗുഡ് ട്രെയിനേഴ്സ്, ഞാൻ ഇപ്പോഴും പറയാം, ഗുഡ് ട്രെയിനേഴ്സ് പറയണ പോലെ കേൾക്കുക. ഒരു ബാലൻസ് മീല് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന മീല് തന്ന് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ട്രെയിനേഴ്സിനോട് നിങ്ങൾ ട്രെയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ജിമ്മായ ബെലർ ഹെൽത്ത് ക്ലബിൽ ബോക്സിംഗ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈവനിങ് ക്ലാസ് ആണ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ
കോൺടാക്ട് ചെയ്തിട്ട് വരിക. നിങ്ങൾക്ക് ബെലേർ എവിടെയാണെന്ന് അറിയാലോ, നർമ്മദ കോംപ്ലക്സിൽ അകത്താണ്. സോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് ബോക്സിംഗ് ക്ലാസ് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രെയിനിങ്, നാച്ചുറൽ 100% നാച്ചുറൽ ഫാറ്റ് ലോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കം ടു ബെലേർ. വി ആർ പ്രൊവൈഡിങ് ഗുഡ് ട്രെയിനിങ്. ഓക്കെ, അഫോർഡബിൾ ആയിട്ടുള്ള ട്രെയിനിങ് ഫീസാണ് നമ്മൾ മേടിക്കുന്നത്. ബിലീവ് ഇൻ യുവർ ട്രെയിനർ. ഓക്കെ, നിങ്ങളെ ട്രെയിനറെ ബിലീവ് ചെയ്യുക. എൻഹാൻസ് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നവരുണ്ട്. മാക്സിമം നിങ്ങളെല്ലാവരും നാച്ചുറലായിട്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ നോക്കുക. നാച്ചുറലായിട്ട് ഫാറ്റ് ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുക്കും. വലിയ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റ്സും അതിനനുസരിച്ചുള്ള ഗുഡ് ഫുഡും കഴിച്ച് നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ. നാളെ തൊട്ട് എൻ്റെ ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ എൻ്റെ ട്രെയിനർ വേണുഗോപാൽ സാറാണ്. സാറിൻ്റെ ട്രെയിനിങ് സെഷനാണ് ഇത്രയും ദിവസം നടന്നത്. 91/365 ഡേ കംപ്ലീറ്റ് ചെയ്ത ദിവസമാണ്. അപ്പം ലാസ്റ്റ് ഞാനൊരു 55 ഡേയ്സ് ആയി നോൺ ആൽക്കഹോളിക് ബോഡി ആക്കിയിട്ട് 55 ഡേയ്സ് ആയി. ഓ മീൻസ് അല്ലെങ്കിൽ ഞാനൊരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ഡ്രിങ്ക് ചെയ്യുമോ. സോ ഇപ്പം അതെന്നൊക്കെ മാറി ഒരു ഫിറ്റ്നസ്സിലോട്ട് വന്നുകൊണ്ടാണ്. നിങ്ങളും ഒരു ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കും ഇതുപോലത്തെ ലഹരികളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും. അത് 100% ഞാൻ നിങ്ങൾക്കൊരു ഷുവർ തരാം. 100% ഉണ്ടാവും. എക്സസൈസ് ചെയ്ത് തുടങ്ങും, വർക്കൗട്ട് ചെയ്ത് തുടങ്ങും, നമ്മുടെ ബോഡിയെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ നോക്കും. സോ അതിനോട് ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് വലിച്ചു കയറ്റുന്നതെന്ന് പോലും നിങ്ങൾ ചിന്തിക്കും. സോ ലഹരികളിൽ അടിമപ്പെടാതിരിക്കുക. സ്റ്റേ ട്യൂൺ. ബൈ.